ഹായ് ഓൾ, വെൽക്കം ടു പ്രൈം ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC. എല്ലാ PSC എക്സാം അതുപോലെ തന്നെ SSC എക്സാം എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന എക്സാംസാണ് CPO, അതുപോലെ തന്നെ LDC, LPST, UPST എക്സാം. അതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വരാത്ത ഒരു എക്സാം തന്നെ PSC നടത്തുന്നില്ല. അപ്പോൾ ഇതിൽ ഇനി ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഈ INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഴുവനും നമ്മൾ പഠിക്കാൻ പോകും. ഈ ക്ലാസ്സോടുകൂടി നമ്മൾ INC എന്ന ടോപ്പിക്കിൽ നിന്ന് ഇനി ഒരാൾക്കും ഒരു മാർക്കും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ INC നമ്മൾ കൃത്യമായിട്ട് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ടു പ്രൈം ഡയറക്ഷൻ. അപ്പോൾ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് പഠിക്കാൻ നമുക്ക് 3 കാലഘട്ടങ്ങളായിട്ടാണ് INCനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് INC രൂപീകരിക്കുന്നത് 1885-ലാണ്. 1885 മുതൽ 1905 വരെ അറിയപ്പെടുന്നത് മിതവാദി കാലഘട്ടം, ഫേസ് ഓഫ് മോഡറേറ്റ്സ്. അത് കഴിഞ്ഞിട്ട് 1905 മുതൽ 1919 വരെ തീവ്രവാദ കാലഘട്ടം അല്ലെങ്കിൽ ഫേസ് ഓഫ് എക്സ്ട്രീമിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് 1919 മുതൽ 1948 വരെ, അതായത് ഗാന്ധി വധം വരെ ഗാന്ധിയൻ പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ 3 കാലഘട്ടങ്ങളായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ വിഭജിക്കുന്നത്. അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിലും നടന്നിട്ടുള്ള INC സമ്മേളനങ്ങൾ, അതായിട്ട് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും 1885 മുതലുള്ള 1948 വരെയുള്ള മുഴുവൻ INC സമ്മേളനങ്ങൾ പഠിക്കണമെന്ന്. വേണ്ട. പക്ഷേ നമ്മളെന്താ പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള INC സമ്മേളനങ്ങളും അതോട് അനുബന്ധിച്ച് നടന്നിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുഴുവൻ കാര്യങ്ങളും, അതായത് ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും വരുന്ന തരത്തിൽ നമ്മൾ ഇനിയൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് 1885 മുതൽ 1905 വരെ നടന്നിട്ടുള്ള മിതവാദി കാലഘട്ടമാണ്. ഓക്കെ, നമ്മൾ INC സമ്മേളനം, INC രൂപീകരിക്കും. നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ INC രൂപീകരിക്കുന്നതിന് മുമ്പും INC രൂപീകരിച്ചതിന് ശേഷമാണ് വിഭജിച്ചിട്ടുള്ളത്. കാരണം അതിന് മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല. എല്ലാവരും കുറേ സമരങ്ങൾ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു ഏകീകൃത രൂപം വരുന്നത് 1885 INC രൂപീകരിക്കുന്നതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1885 മുംബൈയിൽ വെച്ചിട്ടാണ് INCയുടെ സമ്മേളനം നടക്കുന്നത്. ആദ്യത്തെ സമ്മേളനം രൂപീകരിക്കുന്നത് സമ്മേളനം നടക്കുന്നത് 1885 മുംബൈയിൽ വെച്ചിട്ടാണ്. അന്നത്തെ അധ്യക്ഷൻ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, അന്നത്തെ അധ്യക്ഷനായിട്ട് വരുന്നത് WC ബാനർജിയാണ്. WC ബാനർജിയാണ് ആദ്യത്തെ INCയുടെ അധ്യക്ഷൻ മുംബൈയിൽ വെച്ച് നടന്നത്. INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വരുന്നത് AO ഹ്യൂമാണ്. ഈ AO ഹ്യൂം എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡുകാരനായിട്ടുള്ള ഒരാളാണ്. ആദ്യ ജനറൽ സെക്രട്ടറി AO ഹ്യൂം. അതോടൊപ്പം തന്നെ INCയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരം AO ഹ്യൂമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. INCയുടെ പിതാവ് AO ഹ്യൂമാണ്. അതുപോലെ തന്നെ WC ബാനർജി അല്ല. WC ബാനർജി ആദ്യത്തെ അധ്യക്ഷനാണെങ്കിൽ കൂടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള AO ഹ്യൂമാണ് INCയുടെ പിതാവ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും AO ഹ്യൂമാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് സ്ട്രേ ഫെദേഴ്സ്. അദ്ദേഹത്തിൻ്റെ AO ഹ്യൂമിൻ്റെ പുസ്തകമാണ്. അത് കഴിഞ്ഞ് INC 1885 രൂപീകരിക്കുന്ന INCയുടെ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ലോർഡ് ഡഫറിൻ. ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്നത് ലോർഡ് ഡഫറിൻ ആണ്. ഇത് INC മുംബൈയിൽ വെച്ച സമ്മേളനം എവിടെ വെച്ചിട്ടാണ്, ഇതിൻ്റെ വെന്യൂ, അതായത് വേദി എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃതം കോളേജ്. അവിടെ വെച്ചിട്ടാണ് INC രൂപീകരിക്കുന്നത്. ഇതിൻ്റെ വേദി ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്, മുംബൈ. എത്ര അംഗങ്ങൾ പങ്കെടുത്തിരുന്നു? 72 പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ INC സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ആ സമ്മേളനത്തിൽ എത്ര മലയാളികൾ പങ്കെടുത്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒറ്റ ഒരാളെ പങ്കെടുത്തിട്ടുള്ളൂ. അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ആ ആദ്യത്തെ INC സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരേ ഒരു മലയാളി. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മുംബൈയിൽ വെച്ചിട്ട് 1885 വെച്ചിട്ടാണ് ആദ്യത്തെ INC സമ്മേളനം നടക്കുന്നത്. അധ്യക്ഷൻ WC ബാനർജിയാണ്. ജനറൽ സെക്രട്ടറി ആയിരുന്നത് AO ഹ്യൂമാണ്. അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്.
INCയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എ ഒ ഹ്യൂമാണ്. ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും എ ഒ ഹ്യൂമാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് സ്ട്രേ ഫെദേഴ്സ്. അന്ന് INC രൂപീകരിക്കുന്ന 1885 ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്നത് ലോർഡ് ഡഫറിൻ. വേദി ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്, മുംബൈ. പാർട്ടിസിപ്പൻസ് എത്ര പ്രതിനിധികളുണ്ടായിരുന്നു? 72. ഇമ്പോർട്ടൻ്റ് ആണ്, 72. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ളൈ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു വനിത രമാബായ് പണ്ഡിറ്റ്, അല്ലെങ്കിൽ പണ്ഡിത രമാബായ്. അവർ തന്നെയാണ് ആര്യ മഹിളാ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് പണ്ഡിത രമാബായ്. ആദ്യത്തെ INC സമ്മേളനത്തിൽ ഒരേ ഒരു വനിതയെ പങ്കെടുത്തിട്ടുള്ളൂ, അത് പണ്ഡിത രമാബായ് ആണ്. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചിട്ടുള്ളതും ഈ പണ്ഡിത രമാബായ് ആണ്. അടുത്തത്, ഇന്ത്യക്ക് വേണ്ടി ഒരു റോയൽ കമ്മീഷൻ നിയമിക്കുക എന്ന പ്രമേയം അവതരിപ്പിച്ചു. നമുക്കറിയാം, സമ്മേളനങ്ങൾ കൂടുന്ന സമയത്ത് അവിടെ പലതരത്തിലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ഗവൺമെൻറ്റിനോട് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കും. അങ്ങനെ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ആദ്യത്തെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയമാണ് ഒരു റോയൽ കമ്മീഷനെ നിയമിക്കുക എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ INC സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രമേയമാണ് ഒരു റോയൽ കമ്മീഷനെ നിയമിക്കുക എന്നുള്ളത്. പിന്നെ INCയുടെ ഫോർമേഷനെ പറ്റി പറയുന്നത് സേഫ്റ്റി വാൾവ് തിയറി എന്നുള്ളതാണ്. INCയുടെ ഫോർമേഷനെ പറ്റി പറയുന്നത്, ക്രിട്ടിക്സ് പറയുന്നത് സേഫ്റ്റി വാൾവ് തിയറി. അതായത് ഇന്ത്യയിൽ പല സ്ഥലത്തും സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ അത്രയും വലിയൊരു ഭൂപ്രദേശമാണ്. അപ്പോൾ അത്രയും വലിയ പ്രദേശത്ത് പല സ്ഥലങ്ങളിൽ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ മൊത്തമായിട്ട് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒരു ഐഡിയ ആയിരുന്നു എന്ത്? INC ഫോം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് INCയോട് മാത്രം സംസാരിച്ചാൽ മതി. എന്നാൽ എന്തെങ്കിലും പ്രശ്നം നടക്കുകയാണെന്നുണ്ടെങ്കിൽ INCനെ വിളിച്ചൊരു ടോക്കൺ വിളിക്കുക, പ്രശ്നം സോൾവ് ആക്കുക. ആ തരത്തിൽ ഒരു പറയുന്ന തിയറിയാണ് സേഫ്റ്റി വാൾവ് തിയറി. അതായത് INCയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് സേഫ്റ്റി വാൾവ് തിയറി എന്നതാണ് ക്രിട്ടിക്സ് പറയുന്ന ഒരു കാര്യം. അടുത്തത്, INCയെ പലരും പലതരത്തിലുള്ള വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കാം. INCയെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത് ലോർഡ് ഡഫറിൻ. അതായത് 1885 വൈസ്രോയ് ആയിരുന്ന ലോർഡ് ഡഫറിൻ INCയെ വിളിച്ചത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നാണ്. അതായത് വളരെ കുറച്ച് പേര് മാത്രമേ INC ഉള്ളൂ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് INC പ്രതിനിധീകരിക്കുന്നത് വളരെ കുറച്ച് ആളുകളെ മാത്രമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞിട്ടുള്ളത് ലോർഡ് ഡഫറിൻ ആണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് ലോർഡ് കേഴ്സൺ ആണ്. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം, പീസ്ഫുൾ ഡെത്ത് ഓഫ് കോൺഗ്രസ്. അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ലോർഡ് കേഴ്സൺ എന്ന് പറഞ്ഞത്. ലോർഡ് കേഴ്സൺ നമുക്കറിയാം, വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ് കേഴ്സൺ. അപ്പോൾ ആ കേഴ്സൺ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ലോർഡ് കേഴ്സൺ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷുകാരെ രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിച്ചത് INC ആണ്. INC ബ്രിട്ടീഷുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിച്ചത് രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്നായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആദ്യത്തെ INCയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുക അടുത്ത INC 1886 കൊൽക്കത്തയിൽ വെച്ചിട്ട് ദാദാബായ് നവറോജിയാണ് അടുത്ത രണ്ടാമത്തെ INCയുടെ അധ്യക്ഷനായിട്ട് വരുന്നത്. 1886 കൊൽക്കത്തയിൽ വെച്ച് നടന്ന രണ്ടാമത്തെ INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ദാദാബായ് നവറോജി. ഓക്കെ, ഈ ദാദാബായ് നവറോജിനെ നമുക്ക് നോക്കാം. ആദ്യത്തെ പാഴ്സി വംശജനായിട്ടുള്ള INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ദാദാബായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം എഴുതിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എങ്ങനെയാണ് കൊള്ളയടിക്കുന്നതെന്ന്. കാരണം ഇവിടുന്ന് മൊത്തം ഇവർ ഊറ്റിക്കൊണ്ടുപോകാണല്ലോ. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ ആളാണ് ഈ ദാദാബായ് നവറോജി. അത് ഇറങ്ങിയതിന് ശേഷമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതി മാറുന്നത്. അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഈ എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആ സമരത്തിൻ്റെ കൂടെ നിന്നിട്ടില്ല. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ എഡ്യൂക്കേറ്റഡ് വിഭാഗം, ഇന്ത്യയിലെ ഇൻ്റലക്ച്വൽസ് ആ സമരത്തിൻ്റെ കൂടെ നിന്നില്ല. കാരണം ബ്രിട്ടീഷുകാർ നല്ല ആളുകളാണെന്നുള്ള ഒരു മനോഭാവമായിരുന്നു. പക്ഷേ ഈ ബുക്ക് ഇറങ്ങിയതോടുകൂടി ഇന്ത്യൻ ഇൻ്റലക്ച്വൽസ് മാറി, ബ്രിട്ടീഷുകാർക്ക് അഗെയിൻസ്റ്റായി. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇവർ ഊറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കൊള്ളയടിക്കുന്നതെന്ന് പറയുന്നതാണ് ഈ പുസ്തകം. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എഴുതിയത് ദാദാബായ് നവറോജിയാണ്.
ഏറ്റവും പ്രായം കൂടിയ INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്. 1906 ഇദ്ദേഹം INCയുടെ പ്രസിഡന്റ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സ് 81 വയസ്സായിരുന്നു. ഏറ്റവും പ്രായം കൂടിയ INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. നോക്കുക, ആദ്യത്തെ പാഴ്സി വംശജനായ INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരവും ദാദാഭായ് നവറോജിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദാദാഭായ് നവറോജി. കൊൽക്കത്തയിൽ നടന്ന 1886 INC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് ദാദാഭായ് നവറോജിയാണ്. ആദ്യത്തെ പാഴ്സി വംശജനായ INC പ്രസിഡന്റ് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനും ദാദാഭായ് നവറോജിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത സമ്മേളനം, മൂന്നാമത്തെ സമ്മേളനം, ദക്ഷിണേന്ത്യയിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ സമ്മേളനമാണ് 1887 സമ്മേളനം, ചെന്നൈ സമ്മേളനം. 1887 ചെന്നൈയിൽ വെച്ച സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ബദ്രുദ്ദീൻ ത്യാബ്ജി. ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആയിട്ടുള്ള INC പ്രസിഡന്റാണ് ബദ്രുദ്ദീൻ ത്യാബ്ജി. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരാന്ന് INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബദ്രുദ്ദീൻ ത്യാബ്ജി. സമ്മേളനം എവിടെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയിൽ, ദക്ഷിണേന്ത്യയിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ INC സമ്മേളനമാണ്. ദക്ഷിണേന്ത്യയിൽ INC സമ്മേളനം നടന്ന ആദ്യത്തെ തെക്കേ ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെന്നൈയാണ്. ആദ്യ തെക്കേ ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയാണ്. ബദ്രുദ്ദീൻ ത്യാബ്ജി ആയിരുന്നു അധ്യക്ഷത വഹിച്ചത്. 1888 അലഹബാദിൽ വെച്ച് നടക്കുന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സർ ജോർജ് യൂൾ. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാറേയും പറയുമ്പോൾ നമ്മൾ INC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അവിടെ ഒരു ഫോറിൻ വിദേശിയായിട്ടുള്ള ഒരാൾ അധ്യക്ഷത വഹിക്കാൻ വരികയാണ്. അതായത് സർ ജോർജ് യൂളാണ് ആദ്യ വിദേശി, INCയുടെ ആദ്യ വിദേശി പ്രസിഡന്റ്. നോക്കുക, ആദ്യ വിദേശി പ്രസിഡന്റായിട്ട് വരുന്നത് ജോർജ് യൂളാണ്. സമ്മേളനം നടന്ന അലഹബാദിലായിരുന്നു. 1888 സമ്മേളനം. അതിൻ്റെ ആദ്യത്തെ വിദേശി പ്രസിഡന്റായി വരുന്നത് ജോർജ് യൂളാണ്. നിങ്ങൾ നോക്കൂ, ആദ്യത്തെ 1885 ആദ്യത്തത് WC ബാനർജി. പിന്നെ വരുന്നത് ദാദാഭായ് നവറോജി. പിന്നെ വരുന്നത് ബദ്രുദ്ദീൻ ത്യാബ്ജി. പിന്നെ വരുന്നത് ജോർജ്. ഒരു ജി. നോക്കൂ, ആദ്യത്തെ വരുന്നത് 1885 WC ബാനർജി, 86 നവറോജി, 87 ത്യാബ്ജി, 88 ജോർജ്. ജി. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ കിട്ടും? പെട്ടെന്ന് നമുക്ക് ഈ INC പ്രസിഡന്റിലെ ആദ്യത്തെ 4 പേരെ സുഖമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. WC ബാനർജി, നവറോജി, ത്യാബ്ജി, ജോർജ് യൂളാണ് 88 INC പ്രസിഡന്റ്. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ INC സമ്മേളനവും പഠിക്കുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCയുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള INC സമ്മേളനങ്ങളാണ് നോക്കുന്നത്. 1891 സമ്മേളനം നാഗ്പൂരിൽ വെച്ചാണ് നടക്കുന്നത്. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് ആനന്ദ ചാർലു. അധ്യക്ഷത വഹിക്കുന്ന ആരാണെന്ന്? ആനന്ദ ചാർലു. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനാണ് ആനന്ദ ചാർലു. നാഗ്പൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ആനന്ദ ചാർലു അധ്യക്ഷത വഹിക്കുന്നത്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനാണ് ആനന്ദ ചാർലു. നോക്കൂ, INC സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത കാദംബിനി ഗാംഗുലി. അപ്പോൾ വനിതകൾ സമ്മേളനത്തിൽ ആദ്യ സമ്മേളനം തൊട്ട് പങ്കെടുക്കുന്നുണ്ടെങ്കിലും കൂടിയും INCയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് 1891 നാഗ്പൂരിൽ വെച്ച സമ്മേളനത്തിലാണ് INCയെ ഒരു വനിത ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത്. അത് ചെയ്ത ആൾ ആരാ? കാദംബിനി ഗാംഗുലി.
കാദംബിനി ഗാംഗുലിയാണ് ആദ്യമായിട്ട് INC സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വനിത. ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി നമ്മൾ നോക്കുന്നത് 1897 അമരാവതിയിൽ നടന്നിട്ടുള്ള INC സമ്മേളനമാണ്. അതിൻ്റെ അധ്യക്ഷൻ വരുന്നത് C ശങ്കരൻ നായരാണ്. ആദ്യമായിട്ടാണ് ഒരു മലയാളി INCയുടെ പ്രസിഡന്റ്. ആദ്യമായിട്ട് മാത്രമല്ല, INC പ്രസിഡന്റ് ആയിട്ടുള്ള ഒരേ ഒരു മലയാളി C ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതിയിൽ വെച്ച സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ അഥവാ C ശങ്കരൻ നായർ INCയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മളൊരു മലയാളീനെ പഠിച്ചു. 1885 ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു മലയാളിയുണ്ട്, ബാരിസ്റ്റർ GP പിള്ള. ഇവിടെ വരുന്നത് C ശങ്കരൻ നായർ, മലയാളിയായ INC പ്രസിഡന്റ്. ഏക മലയാളിയായ ഒരാൾ മാത്രമേ ഇന്ന് വരെ INC പ്രസിഡന്റ് ആയിട്ടുള്ളൂ മലയാളി. അത് ഇദ്ദേഹമാണ് C ശങ്കരൻ നായർ. ഇനി 1901 കൊൽക്കത്ത സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സമ്മേളനത്തിലാണ് 1901 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്നത്. INC സമ്മേളനത്തിൽ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് 1901 കൊൽക്കത്ത സമ്മേളനത്തിനാണ്. പലരും തെറ്റിച്ചിട്ട് ആൻസർ എഴുതുന്നത് 1916 എന്നാണ്. അത് തെറ്റാണ്. 1901 കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന സർ ദിൽഷായ് വാജ INC അധ്യക്ഷനായിട്ടുള്ള ആ സമ്മേളനത്തിലാണ് നമ്മുടെ ഗാന്ധിജി ആദ്യമായിട്ട് ഈ INC സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഓക്കെ. ഇനി 1905 ബനാറസ് സമ്മേളനമാണ്. 1905 ബനാറസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ നമ്മൾ നോക്കാം, 1905 ബനാറസ് സമ്മേളനത്തിൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അധ്യക്ഷത വഹിക്കുന്നത്. അപ്പോൾ ഈ ഗോപാലകൃഷ്ണ ഗോഖലെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ആദ്യം നോക്കാം, മിതവാദികളുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു, മിതവാദികളുടെ നേതാവ്. സ്വദേശി മുദ്രാവാക്യം ഉയർത്തുന്ന സമ്മേളനമാണ് ബനാറസ് സമ്മേളനം. സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ള സമ്മേളനമാണ് ബനാറസ്, 1905 ബനാറസ് സമ്മേളനം. സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു നമ്മളറിയാം, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു. സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാന്ന് ചോദിച്ചാൽ അതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി ജിന്നയുടെ രാഷ്ട്രീയ ഗുരു നോക്കുക, ജിന്നയുടെ രാഷ്ട്രീയ ഗുരു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതൊരു റെയർ ഫാക്റ്റ് ആണ്. ജിന്നയുടെ രാഷ്ട്രീയ ഗുരു അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ഈ മൂന്ന് ആൾക്കാരുടെയും ഗുരു, രാഷ്ട്രീയ ഗുരു ആരാന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ ഫാദർ ആരാന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ ഗുരു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നോക്കൂ, ഇനി ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം MG റാനഡെ, മഹാഗോവിന്ദ് റാനഡെ. MG റാനഡെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പൊളിറ്റിക്കൽ ഗുരു, രാഷ്ട്രീയ ഗുരു. ശ്രദ്ധിക്കുക, മിതവാദികളുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ സമ്മേളനമാണ് ബനാറസ് INC സമ്മേളനം. സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു, ജിന്നയുടെ രാഷ്ട്രീയ ഗുരു. ഈ മൂന്നാൾക്കാരുടെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും മുന്നിൽ നിന്നിട്ടുള്ള 3 ലീഡേഴ്സാണ്. ഈ 3 ലീഡേഴ്സിൻ്റെയും രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി നമ്മുടെ ഈ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാന്ന് വെച്ചാൽ MG റാനഡെ. ജഗതി ഒരു ഫിലിമിൽ പറയുന്നുണ്ടല്ലോ, ഗുരുവിൻ്റെ ഗുരു, ഗുഗുരു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MG റാനഡെ. ഓക്കെ. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെക്ക് കുറേ വിശേഷണങ്ങളുണ്ട്. മഹാരാഷ്ട്രയുടെ സോക്രട്ടീസ്, മഹാരാഷ്ട്രയുടെ സോക്രട്ടീസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്രയുടെ രത്നം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയുടെ വജ്രം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധർ തിലകാണ്. നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെയെ ഇന്ത്യയുടെ വജ്രം എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധർ തിലകാണ്. ഇവർ രണ്ട് ചേരിയിലായിരുന്നാലും കൂടി ഒരു പരസ്പരം പ്രതിപക്ഷ ബഹുമാനം കൊടുത്ത ആളുകളാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വജ്രം എന്ന് തിലക് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അങ്ങനെ ഒരു പീരീഡ് കഴിയാണ്. 1885 മുതൽ 1905 വരെയാണ് നമ്മുടെ
മിതവാദി കാലഘട്ടം എന്ന് പറയുന്നത്, INCയുടെ മിതവാദി കാലഘട്ടം. അപ്പോൾ ആ മിതവാദി കാലഘട്ടത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള INC സമ്മേളനങ്ങൾ നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, റെയർ ഫാക്ട്സ്, റാങ്ക് മേക്കിംഗ് ഫാക്ട്സ്, അത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മിതവാദി കാലഘട്ടത്തിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മിതവാദി കാലഘട്ടം കഴിഞ്ഞു, ഇനി തീവ്രവാദ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. INC പ്രശ്നങ്ങൾ, കാരണം ഈ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, കുറേ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഈ തരത്തിൽ പോയാൽ പോരാ, കുറച്ചും കൂടി വളരെ സ്ട്രോങ് ആയിട്ട് തീവ്രമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാറി നിൽക്കുകയാണ്. INCന്ന് മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇനി നോക്കുക, INCയുടെ എക്സ്ട്രീമിസ്റ്റ് ഫേസിലേക്ക് നമ്മൾ കിടക്കുകയാണ്, തീവ്രവാദ കാലഘട്ടത്തിലേക്ക്. 1905 മുതൽ 1919 വരെയാണ് തീവ്രവാദ കാലഘട്ടം എന്നറിയപ്പെടുന്നത്, ഫേസ് ഓഫ് എക്സ്ട്രീമിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ലീഡേഴ്സ് ആരാന്ന് നോക്കാം. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലക്. നോക്കൂ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലക്. ലാലാ ലജ്പത് റായ് അറിയപ്പെടുന്നത് പഞ്ചാബ് സിംഹം എന്നാണ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന എക്സ്ട്രീമിസ്റ്റ് ലീഡറാണ് ലാലാ ലജ്പത് റായ്. ബിപിൻ ചന്ദ്രപാൽ അറിയപ്പെടുന്നത് ബംഗാൾ കടുവ. ബാലഗംഗാധർ തിലക് മറാത്ത കേസരി. അപ്പോൾ ഇവരൊക്കെ ഈ പേരിൽ തന്നെ ഉണ്ട്, ഇവരൊക്കെ വളരെ സ്ട്രോങ് ആണ്, കുറച്ചുകൂടി തീവ്രമായിട്ട് ഉള്ള ആളുകളാണെന്ന് ഇവർക്ക് വിശേഷിപ്പിച്ചിട്ടുള്ള ഈ പേരുകൾ തന്നെ ഉണ്ട്. ഇനി നോക്കൂ, ഇവരെ വിളിച്ചിരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ലാൽ പാൽ ബാൽ. ലാൽ പാൽ ബാൽ. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലക്. ഇവരെ ഇങ്ങനെയാണ് വിളിച്ചിരുന്നത്, ലാൽ പാൽ ബാൽ. അപ്പോൾ ഈ 3 പേരെ ഇങ്ങനെയാണ് ലാൽ പാൽ ബാൽ എന്നാണ് വിളിച്ചിരുന്നത്. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധർ തിലക്. ഈ 3 പേരുമായിരുന്നു എക്സ്ട്രീമിസ്റ്റ് ഫേസിലെ ലീഡേഴ്സ്, അല്ലെ തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സ് ആയിട്ട് വരുന്നത് ഈ 3 പേരുമാണ്. ഇനി 1906 കൊൽക്കത്തയിൽ വെച്ചിട്ട് ദാദാഭായ് നവറോജി അധ്യക്ഷനായിട്ടുള്ള സമ്മേളനം നടക്കുകയാണ്. 1906 കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ 81-ാം വയസ്സിലാണ് 81 ഇയേഴ്സ് ഓൾഡിലാണ് ഇദ്ദേഹം INCയുടെ അവസാനം 1906 നടക്കുന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് ആവുന്നത്. ദാദാഭായ് നവറോജി ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള, ഏറ്റവും വയസ്സ് കൂടിയിട്ടുള്ള INCയുടെ ഒരേ ഒരു പ്രസിഡന്റാണ് ദാദാഭായ് നവറോജി. ഇനി 1907 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള INC സമ്മേളനമാണ് 1907 നടക്കുന്ന സൂററ്റ് സമ്മേളനം. അതിൽ റാഷ് ബിഹാരി ഘോഷാണ്, ശ്രദ്ധിക്കുക, റാഷ് ബിഹാരി ഘോഷാണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വഹിച്ചിട്ടുള്ളത്. ബോസ് അല്ല, ഘോഷ്, രാഷ് ബിഹാരി ഘോഷ്. ഈ സൂറത്ത് സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂറത്ത് സ്പ്ലിറ്റ് നടക്കുകയാണ്. അതായത് തീവ്രവാദികളും മിതവാദികളും തമ്മിലുള്ള ഒരു സ്പ്ലിറ്റ് നടക്കുന്നത് ഈ സൂറത്ത് സമ്മേളനത്തിലാണ്. അത് അറിയപ്പെടുന്നത് സൂറത്ത് സ്പ്ലിറ്റ് എന്നാണ്. 1907 സൂറത്ത് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് റാഷ് ബിഹാരി ഘോഷാണ്. സൂറത്ത് സ്പ്ലിറ്റ് നടക്കുന്നത്, മിതവാദികളും തീവ്രവാദികളുമായിട്ട് INC പിരിയുന്നത് ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അതാണ് ഈ സമ്മേളനത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇനി അടുത്തത് നോക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനമാണ് 1916 ലക്നൌവിൽ വെച്ച് നടന്ന സമ്മേളനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. INC അല്ലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമ്മേളനം കൂടിയാണ് ഈ ലക്നൗ സമ്മേളനം. 1916 AC മജുംദാറാണ് ഈ INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആവുന്നത്. നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടുമുട്ടൽ നടക്കുകയാണ്. ഗാന്ധിജിയും നെഹ്റുവാണ് ഈ സമ്മേളനത്തിൽ 1916 സമ്മേളനത്തിൽ കണ്ടുമുട്ടുകയാണ്. ആദ്യമായിട്ട് ഗാന്ധിജി നെഹ്റു. ഗാന്ധിജി 1901 സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പിന്നീട് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയാണ്. പിന്നീട് ഗാന്ധി തിരിച്ചു വന്നിട്ട് അദ്ദേഹം പങ്കെടുക്കുന്ന ആദ്യത്തെ സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. AC മജുംദാറാണ് അധ്യക്ഷ വഹിക്കുന്നത്. ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടുന്നു. INCയും മുസ്ലിം ലീഗും ലക്നൗ പാക്ട് സൈൻ ചെയ്യാണ്. INC മുസ്ലിമും ലക്നൗ പാക്ട് സൈൻ ചെയ്യാണ്. മിതവാദികളും തീവ്രവാദികളും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും ഈ സമ്മേളനത്തിലാണ്. അതായത് സൂറത്ത് സ്പ്ലിറ്റ് പ്രകാരം രണ്ടുപേരും വേർതിരിഞ്ഞു, രണ്ട് ഗ്രൂപ്പായിട്ട് മാറി നിൽക്കുമായിരുന്നു. അവർ ഒരുമിക്കുന്നത് 1916 ലക്നൗ
സമ്മേളനത്തിൽ AC മജുംദാർ അധ്യക്ഷത വഹിച്ചിട്ടുള്ള സമ്മേളനത്തിലാണ് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്നത്. INCയുടെയും മുസ്ലിം ലീഗിൻ്റെയും സമ്മേളനങ്ങൾ ഒരുമിച്ച് നടന്നതും ഈ 1916 ലക്നൗ സമ്മേളനത്തിലാണ്. ശ്രദ്ധിക്കുക, ഗാന്ധിജി നെഹ്റുവും കണ്ടുമുട്ടുന്നു, INC മുസ്ലിം ലക്നൗ പാക്ട് സൈൻ ചെയ്യുന്നു, മിതവാദികളും തീവ്രവാദികളും യോജിച്ച് പ്രവർത്തിക്കുന്നു. INCയുടെയും മുസ്ലിം ലീഗിൻ്റെയും സമ്മേളനങ്ങൾ ഒരുമിച്ച് നടക്കാൻ തുടങ്ങുന്നതും ഈ 1916 ലക്നൗ സമ്മേളനത്തിലാണ്. ഇനി നോക്കുന്നത് 1917 കൊൽക്കത്ത സമ്മേളനം. ഇത്രയും കാലമായിട്ടും ആദ്യമായിട്ട് ഒരു വനിതാ അധ്യക്ഷ, INCക്ക് ഒരു വനിതാ അധ്യക്ഷ വരുന്നത് 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അത് വരുന്നത് ആനി ബെസൻ്റ് ആണ്. ആനി ബെസൻ്റ് ആണ് ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആകുന്ന വനിത. 1917 കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന സമ്മേളനം. ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ആനി ബെസൻ്റ്. അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് വർഷം മുഴുവനും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന കീഴ്വഴക്കം ആരംഭിക്കുന്നതും ഈ ആനി ബെസൻ്റ് ആണ്. അധ്യക്ഷ വഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കഴിഞ്ഞു, പിന്നെ കമ്മിറ്റിയാണ് സാധാരണ തീരുമാനിക്കുന്നത്. അത് മാറിയിട്ട് INC പ്രസിഡന്റ് തന്നെ കാര്യങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുക എന്ന രീതിയിലേക്ക് നടക്കുന്ന ഒരു കീഴ്വഴക്കം ആരംഭിക്കുന്നത് ആനി ബെസൻ്റ് ആണ്. അപ്പോൾ 1919 മുതൽ 1948 വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം. മൂന്നാമത്തെ INCയുടെ കാലഘട്ടം പറയാൻ പോവാണ്. മൂന്നാമത്തെ ഘട്ടം വരുന്നത് ഗാന്ധിയൻ കാലഘട്ടം. 1919 മുതൽ 1948 വരെ, അതായത് ഗാന്ധിജി മരിക്കുന്ന ആ കാലഘട്ടം വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള INC തന്നെ വേറെ തരത്തിലേക്ക് മാറുന്ന ഒരു പീരീഡാണിത്. അത്രയും കാലം കുറേ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ലീഡർ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. INCക്ക് ഒരു ലീഡറില്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ലീഡറില്ല. അപ്പോൾ അവിടേക്ക് ഗാന്ധി ഒരു വലിയൊരു മഹാമനുഷ്യനായിട്ട്, ഒരു വലിയ ലീഡറായിട്ട്, ഈ വരുന്ന കോടിക്കണക്കിന് ആളുകളുടെ പ്രതിനിധിയായിട്ട് ഗാന്ധി വന്നിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ മൊത്തമായിട്ട് മാറ്റുന്ന ഒരു സമയമാണ് ഗാന്ധിയൻ കാലഘട്ടം. ഇവിടെ വെച്ചിട്ട് INCയുടെ സമരങ്ങൾ മാറുകയാണ്. ഇവിടെ വെച്ചിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വേറെ തലത്തിലേക്ക്, വേറെ സീൻ മാറുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഈ ഗാന്ധിയൻ കാലഘട്ടത്തിൽ നിന്നാണ്. 1919 മുതൽ 1948 വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. ഗാന്ധിയൻ കാലഘട്ടത്തിൽ 1920 കൊൽക്കത്തയിൽ വെച്ചിട്ട് സമ്മേളനം നടക്കും. അതൊരു പ്രത്യേക സമ്മേളനമാണ്. ഗാന്ധിജി വന്നപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി. 1920 കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലാലാ ലജ്പത് റായ്. 1920 കൊൽക്കത്ത സമ്മേളനത്തിൽ ലാലാ ലജ്പത് റായ് അധ്യക്ഷത വഹിക്കുന്നു. പ്രത്യേക സമ്മേളനം എന്തിനാണ് പ്രത്യേക സമ്മേളനം വിളിച്ചിട്ടുള്ളത്? നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രമേയം അവതരിപ്പിക്കാനായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രമേയം അവതരിപ്പിക്കുന്നത് കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന പ്രത്യേക സമ്മേളനം. 1920 പ്രത്യേക സമ്മേളനത്തിൽ ലാലാ ലജ്പത് റായ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രമേയം അവതരിപ്പിക്കുന്നത്. 1920 തന്നെ, അതായത് അതൊരു പ്രത്യേക സമ്മേളനമായിരുന്നു. ഇനി നാഗ്പൂരിൽ വെച്ച് നടക്കുന്ന സമ്മേളനം സി വിജയ രാഘവാചാര്യാണ് അധ്യക്ഷത വഹിക്കുന്നത്. 1920 നാഗ്പൂരിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ സി വിജയ രാഘവാചാര്യ അധ്യക്ഷത വഹിക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രമേയം അംഗീകരിക്കുന്നത് ഈ സമ്മേളനത്തിലാണ്. നേരത്തെ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അംഗീകരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അധ്യക്ഷത വഹിച്ചത് സി വിജയ രാഘവാചാര്യ. സമ്മേളനം നടന്നത് നാഗ്പൂരിൽ 1920. ഓക്കെ. ഇനി 1923 ദില്ലിയിൽ പ്രത്യേക സമ്മേളനം ചേരുകയാണ്. 1923 ദില്ലിയിൽ പ്രത്യേക സമ്മേളനം ചേരുന്ന സമയത്ത് മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദാണ് അധ്യക്ഷത വഹിക്കുന്നത്. 1923 ദില്ലിയിൽ വെച്ച് നടന്ന പ്രത്യേക സമ്മേളനം. ഏറ്റവും പ്രായം കുറഞ്ഞ INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. 35 വയസ്സിലാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് INCയുടെ അധ്യക്ഷ വഹിക്കുന്നത്. 1923 ദില്ലി പ്രത്യേക സമ്മേളനത്തിലായിരുന്നു അബ്ദുൽ കലാം ആസാദ് അധ്യക്ഷ വഹിക്കുന്നത്. ഇനി 1923 കാക്കിനഡ സമ്മേളനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനമാണ്. മുഹമ്മദ് അലി ജൗഹർ ആണ് അധ്യക്ഷത വഹിക്കുന്നത്. 1923 കാക്കിനഡ, മുഹമ്മദ് അലി ജൗഹർ. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പതാക ഉയർത്താൻ തുടങ്ങുന്നത് നമുക്കറിയാം. ഇന്ന് സമ്മേളനം നടക്കുമ്പോഴൊക്കെ ആദ്യം പതാക ഉയർത്തും, എന്നിട്ടാണ് സമ്മേളനം ആരംഭിക്കുക. അങ്ങനെ ഒരു കീഴ്വഴക്കം ആരംഭിക്കുന്നത് 1923 കാക്കിനഡ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുള്ള മുഹമ്മദ് അലി ജൗഹറാണ് പതാക ഉയർത്തുന്നത്. 1923 കാക്കിനഡ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രമേയം പാസ്സാക്കുകയാണ്, ഐത്തോച്ചാടന പ്രമേയം. കാക്കിനഡ സമ്മേളനത്തിലാണ് ഐത്തോച്ചാടന പ്രമേയം പാസ്സാക്കുന്നത്. അതിന് ഐത്തത്തിനെതിരെ, തൊട്ടുകൂടായ്മ,
ജാതീയമായിട്ടുള്ള തൊട്ടുകൂടായ്മ മറ്റെല്ലാ തരത്തിലുള്ള തൊട്ടുകൂടായ്മയ്ക്കെതിരെ പ്രമേയം INC പാസ്സാക്കുന്നത് 1923 കാക്കിനഡ INC അധ്യക്ഷൻ മുഹമ്മദ് അലി ജൗഹർ ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് INC ഇത്തരത്തിലുള്ള അയിത്തോച്ചാടന പ്രമേയം പാസ്സാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഗാന്ധിജി INCയുടെ ഏറ്റവും വലിയ ലീഡറാണ് ഒക്കെയാണ്. പക്ഷേ ഗാന്ധിജി ഒറ്റ പ്രാവശ്യം മാത്രമേ INC അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ളൂ. ആ സമ്മേളനം നടക്കുന്നത് 1924 ബെൽഗാമാണ്. ബെൽഗാം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷ വഹിക്കുന്നത് 1924. ഇത് 39ാമത്തെ INC സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷ വഹിക്കുന്നത്. എത്രാമത്തെ INC സമ്മേളനമാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 39ാമത്തെ INC സമ്മേളനം ബെൽഗാമിൽ വെച്ച്, കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് നടക്കുന്നു 1924. ഇനി നോക്കൂ, 1925 കാൺപൂർ സമ്മേളനം. ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിത അധ്യക്ഷ വഹിക്കുന്ന സമ്മേളനമാണ് കാൺപൂരിൽ വെച്ച് നടക്കുന്നത്. 1925 കാൺപൂർ, സരോജിനി നായിഡു. 1925 കാൺപൂരിൽ വെച്ച് നടക്കുന്ന സമ്മേളനം അധ്യക്ഷ വഹിക്കുന്നത് സരോജിനി നായിഡു. ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിത, ആദ്യത്തെ വനിതയല്ല, ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിത സരോജിനി നായിഡു. ആദ്യത്തെ വനിത പറയുന്നത് ആനി ബസന്റ് 1917 INC സമ്മേളനം. ഈ സമ്മേളനത്തിൽ, അതായത് 25 കാൺപൂർ സമ്മേളനത്തിലാണ് ആദ്യത്തെ ഇന്ത്യക്കാരി സരോജിനി നായിഡു. ആദ്യ ഇന്ത്യൻ വനിതാ INC പ്രസിഡന്റാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. UP ഉത്തർപ്രദേശിൻ്റെ ആദ്യത്തെ ഗവർണറായിട്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ ഗവർണറായിട്ട് വരുന്നതും സരോജിനി നായിഡു ആണ്. ഈ സമ്മേളനത്തിൽ വെച്ച്, അതായത് 1925 കാൺപൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് INCയുടെ ഔദ്യോഗിക ഭാഷയായിട്ട്, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിയെ തിരഞ്ഞെടുക്കുന്നത്. INCയുടെ ഒഫീഷ്യൽ ഭാഷ, ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദിയെ സ്വീകരിക്കുന്നത് 1925 കാൺപൂരിൽ വെച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ ഇന്ത്യക്കാരിയായിട്ടുള്ള വനിത സരോജിനി നായിഡു അധ്യക്ഷ വഹിക്കുന്നത് 25 കാൺപൂർ സമ്മേളനം. അതുപോലെ തന്നെ INCയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദിയെ സ്വീകരിക്കുന്നതും ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. 1929 ഈ വർഷം വളരെ INCയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ PSCയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. കാരണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു INC സമ്മേളനമാണ് 1929 ലാഹോറിൽ വെച്ചിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അധ്യക്ഷ വഹിക്കുന്ന സമ്മേളനമാണ് ലാഹോർ സമ്മേളനം 1929. ലാഹോർ സമ്മേളനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രവി നദിക്കരയിൽ നടന്ന INC സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. നോക്കാം എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് നോക്കാം. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഈ ലാഹോർ സമ്മേളനത്തിലാണ്, നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ലാഹോർ സമ്മേളനത്തിലാണ് നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. നമുക്കറിയാം ദണ്ഡി മാർച്ചും ഉപ്പുകുറുക്കലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇന്ത്യൻ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത് ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇന്ത്യയുടെ പതാക ആദ്യമായിട്ട് ഇന്ത്യൻ മണ്ണിൽ ഉയർത്തുന്നത് ഈ 1929 ലാഹോർ സമ്മേളനത്തിലാണ്. രവി നദിക്കരയിൽ നമ്മുടെ നെഹ്റു ആണ് അത് ഉയർത്തുന്നത്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നതും ഈ ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ടുള്ള നെഹ്റു ആണ്. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് 26-ാം തീയതി ജനുവരി 1930 പൂർണ്ണ സ്വരാജ് ദിവസമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. ഈ വർഷം ശ്രദ്ധിക്കാം, 1930 ജനുവരി 26. നോക്കൂ, ഈ ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത്. 1950 ജനുവരി 26-നാണ്. ഈ പൂർണ്ണ സ്വരാജിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. ഈ ദിവസം സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ പൂർണ്ണ സ്വരാജിൻ്റെ ദിനം ആയതുകൊണ്ടാണ് 1926 ജനുവരി നമ്മൾ റിപ്പബ്ലിക് എന്ന് ആഘോഷിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഈ ദിവസം അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഭരണഘടന നവംബറിൽ തന്നെ 1949 നവംബറിൽ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ജനുവരി 26-ലേക്ക് മാറ്റുന്നത് ഈ പൂർണ്ണ സ്വരാജിൻ്റെ ദിനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വരാജ് ദിനമായി ആചരിക്കാൻ 1930 തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 1950 26 ജനുവരി നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കുന്നത്.
അപ്പോൾ നോക്കാം, 1929 ലാഹോർ സമ്മേളനം നെഹ്റു ആണ് അധ്യക്ഷത വഹിക്കുന്നത്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത് രവി നദിക്കരയിൽ നെഹ്റുവാണ്. ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നു. പൂർണ്ണ സ്വരാജ് ദിനമായിട്ട് 26 തീയതി ജനുവരി 1930 ആചരിക്കാനും തീരുമാനിക്കുന്നു. ലാഹോർ സമ്മേളനം ശ്രദ്ധിക്കുക. 1931 കറാച്ചി സമ്മേളനം സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷത വഹിക്കുന്നു. മൗലിക അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിക്കുന്നു. ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന INC സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. ഈ സമ്മേളനത്തിൽ മൗലികാവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, മൗലികാവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറാച്ചി സമ്മേളനമാണ്. 1931 സർദാർ വല്ലഭായ് പട്ടേലാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1933 കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത്. അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? നെല്ലിസൺ ഗുപ്ത. 1933 കൊൽക്കത്ത സമ്മേളനം അധ്യക്ഷ നെല്ലിസൺ ഗുപ്ത. ആരാണ് നെല്ലിസൺ ഗുപ്ത നോക്കാം. ഇന്ത്യക്കാരിയായിട്ടുള്ള രണ്ടാമത്തെ വനിത, INCയുടെ അധ്യക്ഷയാവുന്ന ഇന്ത്യക്കാരിയായിട്ടുള്ള രണ്ടാമത്തെ വനിത. ആദ്യത്തെ വനിത സരോജിനി നായിഡു, രണ്ടാമത്തെ വനിത നെല്ലിസൺ ഗുപ്ത. എന്നാൽ വനിതയായിട്ടുള്ള INCയുടെ അധ്യക്ഷ വഹിച്ചിട്ടുള്ള മൂന്നാമത്തെ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെല്ലിസൺ ഗുപ്ത. ആദ്യത്തെ വനിത ആനി ബെസന്റ് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ വനിത സരോജിനി നായിഡു, മൂന്നാമത്തെ വനിത നെല്ലിസൺ ഗുപ്ത. INC പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വനിത, രണ്ടാമത്തെ ഇന്ത്യൻ വനിത. INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത നെല്ലിസൺ ഗുപ്ത. നെക്സ്റ്റ് വൺ. ഇനി 1936 ഫൈസ്പൂർ സമ്മേളനം വീണ്ടും നെഹ്റു ആണ് അധ്യക്ഷത വഹിക്കുന്നത്. 1936 ഫൈസ്പൂർ സമ്മേളനം നെഹ്റു. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമ്മേളനങ്ങളും INCയുടെ എല്ലാ സമ്മേളനങ്ങളും നടന്നത് നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. കാരണം എത്തിപ്പെടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു INCയുടെ സമ്മേളനങ്ങൾ നടന്നത്. ഫൈസ്പൂർ സമ്മേളനം ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫൈസ്പൂർ സമ്മേളനം നടന്നത്, ഫൈസ്പൂർ എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്. INC നടന്ന ആദ്യത്തെ ഇന്ത്യൻ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഫൈസ്പൂർ. അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഹ്റു. 1936 സമ്മേളനം നടക്കുന്നത്. ഇന്ത്യൻ INC സമ്മേളനം നടക്കുന്ന ആദ്യത്തെ ഗ്രാമം ഫൈസ്പൂർ. ശ്രദ്ധിക്കുക, ഫൈസ്പൂർ, അധ്യക്ഷൻ നെഹ്റു. 1936 സമ്മേളനം നടക്കുന്നത്. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനമാണിത്. 1938 ഹരിപുര സമ്മേളനം. 1938 ഹരിപുര സമ്മേളനം. ആര് വരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക ശക്തിയായിട്ടുള്ള, നിർണായക തലത്തിൽ ഇടപെട്ടിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ് INCയുടെ അധ്യക്ഷനാവുന്നു. ഹരിപുരയിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിലാണ് INCയുടെ അധ്യക്ഷനായിട്ട് സുഭാഷ് ചന്ദ്രബോസ് വരുന്നത്. 1938. സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നാണ് വിശേഷണമാണ് സുഭാഷ് ചന്ദ്രബോസിനുള്ളത്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ. എങ്ങനെ അദ്ദേഹത്തെ സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചത്? വേറെ ആരുമല്ല, ഗാന്ധിജിയാണ്. ശ്രദ്ധിക്കുക, ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിളിച്ചിട്ടുള്ളത്. 1938 ഹരിപുര സമ്മേളനത്തിലെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ്. ഇനി നോക്കുക, 1939 ത്രിപുരയിൽ വെച്ച് സമ്മേളനം നടക്കുന്നു. വീണ്ടും അധ്യക്ഷനായിട്ട് സുഭാഷ് ചന്ദ്രബോസ് വരുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇത്രയും കാലം ഐക്യകണ്ഠേന ഒരു INC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കലായിരുന്നു. ഇവിടെ അത് മാറുകയാണ്. INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമുക്കറിയാം ഇപ്പം നിലവിലെ INC പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ഖാർഗെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഓപ്പോസിറ്റായിട്ട് ശശി തരൂർ, ഇന്ത്യൻ മലയാളിയായിട്ടുള്ള ശശി തരൂർ മത്സരിക്കുകയാണ്. അവിടെ ഖാർഗെ വിജയിച്ചിട്ടു ഖാർഗെ INC പ്രസിഡന്റായിട്ട് നിലകൊള്ളുകയാണ്. ഇവിടെ INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആർന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. സുഭാഷ് ചന്ദ്രബോസ് ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ്. ആരായിരുന്നു ഓപ്പോസിറ്റ് നോക്കാം. ഗാന്ധിജിയുടെ പ്രതിനിധിയായ പട്ടാഭി സീതാരാമയ്യയെ ആണ് ബോസ് പരാജയപ്പെടുന്നത്. ഗാന്ധിജി നോമിനേറ്റ് ചെയ്തത് പട്ടാഭി സീതാരാമയ്യയാണ്. ആ പട്ടാഭി സീതാരാമയ്യയെ സുഭാഷ് ചന്ദ്രബോസ് INC സമ്മേളനത്തിൽ തോൽപ്പിക്കുകയാണ്. അതായത് INCയുടെ എല്ലാമായ ഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ടുള്ള പട്ടാഭി സീതാരാമയ്യയെ സുഭാഷ് ചന്ദ്രബോസ് തോൽപ്പിച്ചിട്ട് INC അധ്യക്ഷനാവുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയാണ്. ആ വർഷം തന്നെ സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു.
എന്നിട്ട് അദ്ദേഹം രൂപീകരിക്കുന്ന പാർട്ടി 1939 അദ്ദേഹം രൂപീകരിക്കുന്ന പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, എത്രയോ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. INC രാജിവെച്ച സുഭാഷ് ചന്ദ്രബോസ് ഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്ക്. ഇന്നും നിലവിൽ ആ പാർട്ടി ഉണ്ട്. ഫോർവേഡ് ബ്ലോക്കാണ് 1939 ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നത്. ത്രിപുരി സമ്മേളനമാണ് ആദ്യമായിട്ട് INC തെരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്രിപുരി സമ്മേളനമായിരുന്നു. ആരായിരുന്നു വിജയ് അല്ലെങ്കിൽ ആരായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസ് 1939. ഇനി 1940 രാംഗഡിൽ വെച്ചിട്ട് സമ്മേളനം നടക്കുകയാണ്. അവിടെ നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് വീണ്ടും അധ്യക്ഷനായിട്ട് വരികയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനായിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് വീണ്ടും 1940 രാംഗഡിൽ വെച്ച് നടക്കുന്ന INC സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ട് വരികയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി INC പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ളത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത് മുംബൈയിൽ വെച്ചിട്ടാണ്. അന്നും അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന് ഗാന്ധിജി പ്രമേയം അവതരിപ്പിക്കുന്നത് മുംബൈയിൽ വെച്ചിട്ടാണ്. 1942 അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. രാംഗഡിൽ വെച്ച് നടക്കുന്ന 1940 രാംഗഡിൽ വെച്ച് നടന്നിട്ടുള്ള INC സമ്മേളനത്തിലാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അധ്യക്ഷനാവുന്നത്. പിന്നെ 1946 വരെ 1940 മുതൽ 1946 വരെ മൗലാന തന്നെയാണ് INCയുടെ അധ്യക്ഷൻ. മാറ്റമില്ല, ലീഡേഴ്സ് മാറുന്നില്ല. 40 മുതൽ 1946 വരെ മൗലാനയാണ് അധ്യക്ഷനായിട്ട് നിൽക്കുന്നത്. ഇനി 1946 മീററ്റിൽ വെച്ച് നടക്കുന്ന സമ്മേളനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. JB കൃപലാനിയാണ് INC അധ്യക്ഷനാവുന്നത്. ഇതെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് INCയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല, JB കൃപലാനിയാണ്. 1946 മീററ്റിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് JB കൃപലാനിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആരായിരുന്നു അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് JB കൃപലാനിയാണ്. ഇനി 1948 ജയ്പൂർ സമ്മേളനം. ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ, അതായത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് തോൽപ്പിച്ചിട്ടുള്ള പട്ടാഭി സീതാരാമയ്യ INCയുടെ അധ്യക്ഷനായിട്ട് വീണ്ടും വരികയാണ്. INC അധ്യക്ഷനാവുകയാണ്, വീണ്ടും വരികയല്ല, അധ്യക്ഷനാവുകയാണ്. ജയ്പൂർ സമ്മേളനത്തിലാണ് 1948 ജയ്പൂർ സമ്മേളനത്തിലാണ് ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ INCയുടെ അധ്യക്ഷനാവുന്നത്. INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ. INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ. ഇനി 1950 നാസിക്കിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ ആരായിരുന്നു അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷോത്തം ദാസ് ടണ്ടൻ. 1950 നാസിക്കിൽ വെച്ച് നടന്ന INCയുടെ സമ്മേളനത്തിൽ അധ്യക്ഷൻ പുരുഷോത്തം ദാസ് ടണ്ടൻ. ഇനി കുറച്ച് ഫാക്ട്സ് ആണ്, കുറച്ച് നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഉൾപ്പെടാത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് INCനെ പറ്റിയിട്ടുള്ളത്. നോക്കാം. നിലവിലെ INC പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെ, കർണാടകക്കാരനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയാണ് നിലവിലെ INC പ്രസിഡന്റ്. INCയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് ചിഹ്നം, അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നുകമേന്തിയ കാളകൾ. അപ്പോൾ ഇതിപ്പം നമുക്കറിയാം എന്താണ് ചിഹ്നം, നമുക്കറിയാം. ഈ ആദ്യത്തെ ചിഹ്നം നുകമേന്തിയ കാളകളായിരുന്നു. നാണയത്തിൽ രൂപമുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഹ്റു ആണ്. മാറിപ്പോവരുത്. നാണയം എന്ന് കേട്ടാൽ നെഹ്റു, നാണയം നെഹ്റു. ഇനി സ്റ്റാമ്പിൽ ചിത്രം ആലേഖനം ചെയ്ത ആദ്യത്തെ INC പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ഗാന്ധിജി. നാണയം നെഹ്റു, ആലോചിക്കുക, നാണയം നെഹ്റു. സ്റ്റാമ്പിലാണെന്നുണ്ടെങ്കിൽ ഗാന്ധിജി. സ്റ്റാമ്പിൽ ചിത്രം വരുന്ന ആദ്യത്തെ INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാന്ധിജിയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC സമ്മേളനം നടന്ന നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഡൽഹിയാണ്. നമുക്കറിയാം ഡൽഹി ക്യാപിറ്റൽ ആവുന്നതോടുകൂടി ഡൽഹിയിൽ വെച്ചിട്ടാണ്. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാ സമ്മേളനം നടക്കുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC സമ്മേളനത്തിന് വേദിയായിട്ടുള്ളത് കൊൽക്കത്തയാണ്. ഇനി ഗാന്ധിജി INCയെ പറ്റി പറഞ്ഞതാണ്. ലക്ഷ്യം നിറവേറ്റിയതിനാൽ
സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്തായി മാറണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്? ലോക സേവാ സംഘം. ലക്ഷ്യം നിറവേറ്റിയതിനാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്തായി മാറണം എന്നാണ് ഗാന്ധി നിർദ്ദേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക സേവാ സംഘം. ഓക്കെ, ഗാന്ധിജി കോൺഗ്രസ് വിട്ട വർഷം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഗാന്ധിജി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ട്, മാറി നിന്നിട്ടുണ്ട്. അത് 1934 തിരിച്ച് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നത് 1936. നമ്മളിടയിൽ വിട്ടുപോയിട്ടുള്ളതാണ്. 1934 ഗാന്ധിജി കോൺഗ്രസ് വിടുന്നുണ്ട്, 36 തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ INC സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ PSCയെ സംബന്ധിച്ചിടത്തോളം PSC നിലവിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും INCയെ കുറിച്ച് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉഷാറായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫ്രം പ്രൈം ഡയറക്ഷൻ. താങ്ക് യു.